ഗൈസ്, നമ്മളപ്പോൾ 5 മാസത്തിന് ശേഷം എന്താ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഹോസ്റ്റലിലെ ഫ്രണ്ടിനാണുള്ളത്, മീനാക്ഷി. ഇതാ ഇവിടെ വർഷേ. അപ്പോൾ നമ്മൾ ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഗൈസ്, നമ്മളങ്ങനെ ഓട്ടോ ബുക്ക് ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, സ്റ്റാൻഡിലെത്തി. ഇനി ബസ് കയറണം. ഞാൻ ബസ്സിൽ കയറി ഇവിടുന്ന് മൈസൂരിൽ നിന്ന് വണ്ടി എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ സ്ലീപ്പറാണ് ബുക്ക് ചെയ്തത്. KSRTCയിലെ എൻ്റെ ഫസ്റ്റ് സ്ലീപ്പർ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇതിനകം കാണിച്ചു തരാം. അടിപൊളിയാണ്, കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് നമ്മുടെ സ്ലീപ്പറിൻ്റെ ഇൻ്റർഫേസ് വരുന്നത് ഇതിൻ്റെ അകത്ത്. പിന്നെ ഇവിടെ സൈഡിൽ കണ്ടോ, നല്ല കംഫർട്ടാണ് ഇതിൻ്റെ അകത്ത് ഇരിക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ KSRTCയുടെ സ്ലീപ്പർ ആണെന്ന് പറഞ്ഞപ്പം ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് നല്ല ഒരു അറേഞ്ച്മെൻ്റ് ആണ് എന്നേ ഞാൻ പറയുള്ളൂ. കാരണം നമുക്ക് നല്ലൊരു ബെഡ് വരുന്നുണ്ട്. പിന്നെ സൈഡിൽ നമ്മൾ താഴേക്ക് വീഴാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ചാർജിങ് പോയിൻ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു കുഞ്ഞു പില്ലോ ഉണ്ട്, ഒരു ബെഡ്ഷീറ്റ് ഉണ്ട്, ഒരു ബ്ലാങ്കറ്റ് ഉണ്ട്. പിന്നെ AC ആണ്, ലൈറ്റ് ഉണ്ട്, കർട്ടൻ ഉണ്ട്. പിന്നെ നമുക്കൊരു സ്റ്റാൻഡ് വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ഇതിനൊക്കെ കൂടെ നമുക്ക് അറൗണ്ട് 1000 മാത്രമേ നമുക്ക് പൈസ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും കുറഞ്ഞൊരു പൈസയ്ക്ക് ഈ ഒരു സെറ്റപ്പൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായാലും വൃത്തിയായിട്ട് തന്നെയാണ്. അപ്പം KSRTC നല്ലോണം അപ്ഗ്രേഡ് ആയി എന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ നമുക്കിവിടെ അപ്പർ ബർത്ത് ആയതിൻ്റെ ഒരു കുലുക്കം മാത്രമേ ഉള്ളൂ, അല്ലാതെ വലുതായിട്ട് എടുത്തിട്ട് നമ്മൾ ഒലക്കി അങ്ങനത്തെ കുലുക്കമൊന്നും ഇല്ല. അപ്പം എൻ്റെ ഫസ്റ്റ് സ്ലീപ്പർ എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ നാടെത്തി. ഇപ്പം ഞാൻ പത്തനംതിട്ട സ്റ്റാൻഡിലാണുള്ളത്. അച്ഛൻ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അച്ഛനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം നമുക്ക് പോയി നോക്കാം. ചേച്ചാ ഇങ്ങോട്ട് നോക്കി. ഹലോ അച്ഛ, ഒരു ഹായ്. ഇവിടെ ഇവിടെ ഹായ് താ. നമ്മളങ്ങനെ വീട്ടിലെത്തി ഗൈസ്. ഇതാ വീട്ടിലോട്ട് കയറുവാണ്. വർഷം എത്തിക്കാണോ അറിയത്തില്ല. ഒരു ഹായ്, ഒരു ഹായ്. എൻ്റെ യൂട്യൂബിന് ഒരു ഹായ്. അപ്പം ഞാൻ വീട്ടിലെത്തി. ബസ് കുറച്ച് ലേറ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ എത്താനും കുറച്ച് ലേറ്റായി. അപ്പോൾ ഇനി എന്തായാലും എനിക്ക് ഇവിടുത്തെ ഫുഡ് കഴിക്കണം, കുളിക്കണം, അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.